നമ്മൾ ദൈവത്തെ കാണുന്ന കാഴ്ചപ്പാടും ദൈവത്തെക്കുറിച്ച് അറിവും നമ്മുടെ ലൈഫിനെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ മേഖലയും ഇമ്പാക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ആരാണ് ഈ ദൈവമെന്ന് ചിന്തിക്കാം. ആരാണ് നമ്മുടെ ദൈവം? പലർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ദൈവത്തെക്കുറിച്ചുള്ളത്. ചിലർക്കാണെങ്കിൽ ഒരു സിംഹാസനത്തിൽ ഒരു കസേരയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവം. ഡെഫിനറ്റ്ലി ദൈവം സിംഹാസനത്തിലാണ്. അവിടെ ഇരുന്ന് എല്ലാത്തിനും ഇങ്ങനെ വിരൽ കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാള്, എല്ലാവരുടെയും കുറ്റങ്ങൾ ചെയ്യുന്നുള്ള നോക്കിയിരിക്കുന്ന ഒരു CCTV ക്യാമറ പോലുള്ളൊരു ദൈവം, തെറ്റുകൾ മാത്രം കണ്ടെത്തുന്ന ഒരാൾ. പലർക്കും പലതരത്തിലുള്ള വ്യൂ ഉണ്ട്. ചിലർക്കാണെങ്കിൽ ദൈവം മിലിറ്ററിയാണ്, മിലിറ്ററി ജനറലിനെ പോലെയാണ്. തെറ്റ് കണ്ടാൽ അടിക്കുക, ശിക്ഷിക്കുക, കറക്റ്റ് ചെയ്യുക, കൊണ്ടുപോവുക. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുവാനാണ്. ഇന്ന് നമ്മൾ വചനത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവാം. എൻ്റെ ആദ്യ ചോദ്യം, ദൈവത്തിന് എത്ര ഫേസ് ഉണ്ട്? എത്ര മുഖമുണ്ട്? സിമ്പിളായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര മുഖമുണ്ട്? നമ്മുടെ പ്രത്യേകിച്ച് ഭാരതീയ കൾച്ചറിൽ നമ്മൾ ഒത്തിരി ദേവന്മാരുടെ ഫോട്ടോകളും പിക്ചറുകളും എന്താ പറയുക, ബിംബങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. 100 ഫേസുള്ള, 10 ഫേസുള്ളത്, 3 ഫേസുള്ള, 4 ഫേസുള്ളത്. അപ്പോൾ റിയലി ദൈവത്തിന് എത്ര ഫേസ് ഉണ്ട്? നിങ്ങൾക്ക് എത്ര ഫേസ് ഉണ്ട്? നിങ്ങൾക്ക് എത്ര ഫേസ് ഉണ്ട്? ഒന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയും ഒന്നല്ല, പല ഫേസ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഫേസ് അല്ല, വീട്ടിൽ പോയാൽ, സ്കൂളിൽ പോയാൽ വേറൊരു ഫേസ് അല്ലേ? പക്ഷെ എൻ്റെ ദൈവത്തിന് ഒരു ഫേസ് ഉണ്ട്. നമുക്ക് ഈ പല ഫേസ് ഉണ്ടാകാനുള്ള റീസൺ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ദൈവത്തിനും പല ഫേസ് ഉണ്ടെന്നുള്ളതുകൊണ്ടാണ്. ചിലർ പറയും ദൈവം സ്നേഹവാനായ അപ്പനൊക്കെ തന്നെയാണ്, പക്ഷേ ഈ പക്ഷേ എന്ന് പറയുന്നത് വേറൊരു ഫേസാണ്. ഈ പക്ഷയ്ക്കകത്ത് വലിയ പ്രശ്നമുണ്ട്. ബൈബിളിൽ ഈ പക്ഷേ ഇല്ല. വചനം വ്യക്തമാണ്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുൾ ഒട്ടും തന്നെ ഇല്ല. ഇപ്പോൾ വെളിച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്റ്റൽ ക്ലാരിറ്റിയാണ്, ട്രാൻസ്പാരൻ്റ് ആണ്, ഒളിവും മറയൊന്നുമില്ല, തുറന്നിരിക്കുകയാണ്. വെളിച്ചത്തിനകത്ത് പിന്നെ വേറെ ഒരു മറയുമില്ല. ഈ വെളിച്ചം അതിനകത്ത് ഇരുട്ടില്ല, ഒന്നിനും ഒളിഞ്ഞിരിക്കാൻ പറ്റത്തുമില്ല. എന്ന് വെച്ചാൽ ഉള്ളത് അതുപോലെ വെളിപ്പെടുത്തുക. വചനം പറയുകയാണ് ദൈവം വെളിച്ചമാണ്. ഗോഡ് ഈസ് ലൈറ്റ്. യേശു പറഞ്ഞാൽ ലോകത്തിൻ്റെ വെളിച്ചമാകും, അവൻ ഇരുളൊട്ടും തന്നെയില്ല. മറ്റൊരു കാര്യം യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ യേശു ഈ ഭൂമിയിൽ വന്ന് ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിനെയോ ഒരു ഫേസിനെയോ അല്ല വെളിപ്പെടുത്തിയത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത്. അതായത് യേശുവിലാണ് ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിച്ചത്. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ സ്ക്രിപ്ചർ എടുക്കുന്നില്ല, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാകുന്നു. അദൃശ്യനായ ആത്മാവാകുന്ന ദൈവത്തിന് ജഡത്തിലൊരു പ്രതിമ ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒത്തിരി മെഴുകു പ്രതിമകളുടെ കാലമാണ്. മരിച്ചുപോയ ആൾക്കാരൊക്കെ മെഴുകു പ്രതിമ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതുപോലിരിക്കും, കണ്ടാൽ ഇതുപോലിരിക്കും. ജീവനുള്ള ആൾക്കാരെ ഉണ്ടാക്കാറുണ്ട്, കണ്ടാൽ ഇതുപോലിരിക്കും. ശരിയല്ലേ? അദൃശ്യനായ ദൈവത്തിനൊരു പ്രതിമ ഉണ്ടാക്കിയാൽ, പ്രതിമ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന വിഷ്വൽ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടായാൽ, ഒരു വിഷ്വലി കാണാൻ പറ്റിയാൽ അത് യേശുവാണ്. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവിൻ്റെ ഒരു ഭാഗം കണ്ടിരിക്കുന്നു അല്ല. ഫിലിപ്പോസേ, ഞാൻ ഇത്രയും നാൾ നിന്നോട് ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലേ? ഞാൻ തന്നെ പിതാവ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ പിതാവിനൊരു ഫോട്ടോ എടുത്താൽ അത് എന്നെ പോലെ ഇരിക്കും. യേശു പറയുക, യേശു ഈ ഭൂമിയിൽ വന്നിട്ട് പിതാവിനെ നമുക്ക് കാണിച്ചു തന്നു. യേശു ഒരു പാപിയുടെ അടുത്ത് പോയും പാപിയെ എന്ന് വിളിച്ചില്ല, ഒരു ആളെയും കുറ്റപ്പെടുത്തിയില്ല, ആരെയും ശകാരിച്ച് ആരെയും അടിക്കാൻ പോയില്ല. യേശു എല്ലാവരെയും സ്നേഹിച്ചു. തന്നെ അടിച്ചവർക്ക് വരെ മറുചകട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവരോട് ക്ഷമിക്കണേ, ഇവർ എന്ത് ചെയ്യുന്നവർ അറിയുന്നില്ല. പിതാവിനെ യേശു വെളിപ്പെടുത്തി. മറ്റൊരു വിധത്തിൽ യേശു പറഞ്ഞു, ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നതെങ്കിലും പിതാവ് ചെയ്യുന്നത് കണ്ട് അത് മാത്രം ചെയ്യുന്നു. എന്ന് വെച്ചാൽ യേശു ഒരു വ്യക്തിയെ സൗഖ്യമാക്കിയാൽ യേശു ചെയ്യുന്നതിന് മുമ്പ് പിതാവ് ചെയ്യുന്നത് കണ്ടിട്ട് യേശു അതിവിടെ ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പിതാവിൻ്റെ ഹൃദയം എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് യേശു വെളിപ്പെടുത്തിയത്. ഒരു വ്യക്തിക്കും യേശു രോഗം കൊടുത്തില്ല, എല്ലാവരെയും സൗഖ്യമാക്കി. അതിനർത്ഥം പിതാവും ആർക്കും രോഗം കൊടുക്കുന്നവനല്ല, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല,
വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെയും യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു മകളെ, ഇനിമേൽ പാപം ചെയ്യരുത്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. എന്ന് വെച്ചാൽ പിതാവും വിധിക്കുന്നവനല്ല, അവൻ റിസ്റ്റോർ ചെയ്യുന്നവനാണ്. നശിച്ചു പോയവനെ, നാശത്തിൽ പോയവനെ, പാപത്തിൽ പോയവനെ അവിടെ ഇട്ട് കുറ്റം വിധിക്കുവല്ല, പകരം റിസ്റ്റോർ ചെയ്തിട്ട് മകളെ, മകനെ എന്ന് വിളിച്ച് ചേർത്ത് പിടിക്കുന്നതാണ് പിതാവിൻ്റെ സ്നേഹമെന്ന് യേശു വെളിപ്പെടുത്തി. ഞാൻ ആമുഖമായി പറയാൻ കാരണം, യേശുവിലാണ് നമുക്ക് പിതാവായ ദൈവത്തെ യഥാർത്ഥമായി കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം ഏകനാണോ അതോ 3 പേരാണോ? അടുത്ത ചോദ്യമാണ്. പറഞ്ഞേ, എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിന് 3 ഫേസ് ഇല്ല, ഒറ്റ ഫേസേ ഉള്ളൂ. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ പോയി മറ്റൊരു കാര്യസ്ഥനെ, മറ്റൊരു സഹായകനെ നിങ്ങളടുത്ത് അയക്കും. മറ്റൊരു എന്ന് ഉപയോഗിച്ചിരുന്ന വാക്കിന്, മറ്റൊരു സഹായകൻ, സഹായകൻ എന്ന വാക്കിന് അതിൻ്റെ ഗ്രീക്ക് വേർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് പാരാക്ലിറ്റോസ് എന്നാണ്. എന്ന് വെച്ചാൽ കംഫർട്ടർ, ഹെൽപ്പർ. മറ്റൊരു എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് സെയിം എന്നാണ്. അതായത് യേശു പറഞ്ഞു, ഞാൻ പോയി എന്നെ പോലൊരാൾ വരികയാണ്, മറ്റൊരാൾ വരികയാണ്, വേറൊരാളല്ല, മറ്റൊരാൾ വെച്ചാൽ സെയിം ഹെൽപ്പർ. ഞാനിപ്പോൾ ഇവിടുന്ന് ജഡത്തിൽ പോകുന്നു, പക്ഷെ ആത്മാവിൽ മറ്റൊരുവൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. ദ സെയിം ഫേസ്, എന്നെ പോലൊരുവൻ നിങ്ങളുടെ അടുക്കൽ വരികയാണ്. യേശു, ഞാൻ ഇങ്ങനെ പറയും, പിതാവായ ദൈവം, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏകനാണെന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം, അതിങ്ങനെ പറയും, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അവിടെ ഉപയോഗിച്ച വാക്ക് യാഹ്വേ ഈസ് വൺ, വൺ ഗോഡ്, വൺ. വൺ എന്ന വാക്കിന് ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് വേർഡ് എക്കാദ് എന്നാണ്. എക്കാദ്, ECHAD, എക്കാദ്. എക്കാദ് എന്ന വാക്കർത്ഥം വൺ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വണ്ണസ് അല്ല. എന്ന് വെച്ചാൽ നമ്മൾ 1, 2, 3 എണ്ണുന്ന വൺ അല്ല, റിലേഷണൽ യൂണിറ്റിയാണ്. അതായത് ഐക്യത്തിൻ്റെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഉദാഹരണം പറയാം. പുതിയ നിയമത്തിൽ വിവാഹ സമയത്ത് പറയുന്ന സ്ഥിരം വാക്യമുണ്ട്, ഇവർ ഇനിമേൽ 2 അല്ല 1 അത്രേ. എന്ന് വെച്ചാൽ അന്ന് മുതൽ അവർ 2 പേരും കൂടി ഒരു പാനിനകത്ത് കയറി ഒരുമിച്ച് നടക്കുന്നല്ല, ആണോ? ഇനി അവർ 2 പേർക്ക് 1 വാ, 2 പേർക്ക് അങ്ങനെയാണോ? അല്ല, റിലേഷണലി ദേ ആർ 1. ബന്ധത്തിൽ അവർ ഒന്നാണ്. എന്ന് വെച്ചാൽ അതിന് ആഴം വളരെയാണ്. അതായത് അവർ ഇനി ഏതിലും ഒന്നാണ്. അവർ ഇനി 2 അല്ല, 2 എന്ന് പറയുന്ന ഒരു ചിന്ത അവർക്കില്ല. അവർ ഒന്നാണ് എല്ലാറ്റിലും. അതുകൊണ്ട് നമ്മൾ പറയുന്ന സാധനമല്ലേ, സുഖത്തിലും ദുഃഖത്തിലും അല്ലേ, എല്ലാറ്റിലും ഒന്നത്രേ, 1. ആ വണ്ണസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവ 1 എന്ന് വെച്ചാൽ ദ വണ്ണസ് ഈസ് റിലേഷണൽ. അത് ന്യൂമറിക്കൽ 1 അല്ല, റിലേഷണലാണ്. ഞാനിങ്ങനെ പറയും, പിതാവായ ദൈവം, ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോഴും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയാണ്. വേർഡ് വാസ് വിത്ത് ഗോഡ്. വിത്ത് എന്ന വാക്കിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രോ എന്ന വാക്കാണ്. പ്രോ എന്ന് വെച്ചാൽ ഫേസ് ടു ഫേസ് എന്നാണ്. നമ്മൾ സാധാരണ വായിക്കാറുണ്ട്, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ. അതായത് പിതാവും പുത്രനും ദ ഫേസ് ടു ഫേസ് ആയിരുന്നു എന്നർത്ഥം. ദ വേർഡ് വാസ് വിത്ത് ഗോഡ്. വേർഡ് ആരായിരുന്നു? യേശു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. യേശു ഫേസ് ടു ഫേസ് ആയിരുന്നു. പിതാവിനും മുഖത്തോട് മുഖം ഫേസ് ടു ഫേസ് ആയിരുന്നു. മടിയിരിക്കുന്ന കുഞ്ഞെങ്ങനെ ഇരിക്കും? അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കും അല്ലേ? അതുപോലെ റിലേഷണലി ദേ ആർ 1. അത്രമാത്രം സ്നേഹബന്ധത്തിലായിരുന്നു. കൂടെ ദ പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് അവൾ ഒപ്പം ഉണ്ടായിരുന്നു. വചനത്തിൽ മിക്ക സ്ഥലത്തും വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരു ഫെമിനിൻ ജെൻഡറായിട്ട് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് സ്ത്രീയാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു അമ്മയുടെ സ്നേഹത്തെ. ഉദാഹരണത്തിന് വചനത്തിൽ പറയുന്നുണ്ട്, പെറ്റമ്മ മറന്നാളിനെ മറക്കത്തില്ല, കോഴി തൻ്റെ കുഞ്ഞിനെ അണയ്ക്കുമ്പോൾ ഞാൻ നിന്റെ ചിറകിൽ വീഴും. അതായത് ഉൽപ്പത്തിയിൽ തന്നെ കാണാൻ കഴിയും, വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിക്കുന്ന, അവിടെ ഇതിന് ബ്രൂഡിങ് ഓവർ, അതായത് കോഴി മുട്ടയ്ക്കടയിരിക്കുന്നത് പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയുടെ സ്നേഹത്തെ പരിശുദ്ധാത്മാവിൽ കാണാൻ കഴിയും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിയേക കുടുംബമാണ് എല്ലാ സൃഷ്ടിപ്പിൻ്റെ മേലെ ആദ്യം ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. അവർ ഒന്നാണ്. എന്ന് വെച്ചാൽ
പിതാവിനേക്കാൾ വലുതല്ല പുത്രൻ, പുത്രനേക്കാൾ വലുതല്ല പിതാവ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവർ യുണൈറ്റഡ് ആണ്. അവർക്ക് ഒരു ഫേസേ ഉള്ളൂ. എന്ന് വെച്ചാൽ 3 പേർക്ക് 3 സ്വഭാവമില്ല, 3 പേർക്ക് 3 വാക്കില്ല. പരസ്പരം യേശു പറയുന്നു എന്നെക്കാൾ വലിയവനാണ് പിതാവ്. പിതാവ് പറയുന്നു ഞാൻ ഒന്നും ചെയ്തില്ല, പുത്രനെ എല്ലാം ഏൽപ്പിച്ചിരിക്കുക. പരിശുദ്ധാത്മ പറയുന്നു ഞാനൊന്നുമല്ല, എല്ലാം ഇവരാണ്. എന്ന് വെച്ചാൽ പരസ്പരം വിട്ടുകൊടുക്കുന്ന, ഗിവിങ്, കംപ്ലീറ്റ് സെൽഫ് എംപ്റ്റി ചെയ്ത് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തുള്ള സ്നേഹം. ആ സ്നേഹത്തിലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവായിരിക്കുന്നത്. ഇതല്ല നമ്മൾ സാധാരണ പറയുന്നത് ഡിക്റ്റേറ്റർ പോലുള്ള ഒരു ദൈവമായിരുന്നെങ്കിൽ, ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് ഉള്ളെന്നിരിക്കുക, അയാൾ ആരെയായിരിക്കും സ്നേഹിക്കുക? സ്നേഹിക്കാൻ ആരുമില്ല. വചനം പറയുന്നത് ഗോഡ് ഈസ് ലവ്. ഇറ്റ്സ് ആൻ ഇമോഷൻ. സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിച്ചാലേ സ്നേഹമാവത്തുള്ളൂ, അല്ലേ? ദൈവം സ്നേഹമാകുന്നു എന്ന് വെച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിറഞ്ഞിരിക്കുന്ന ആ ത്രിയേക സ്നേഹമാണ് ദൈവം. ഹല്ലേലൂയ. വിത്തൗട്ട് റിലേഷൻ there is no love. ബന്ധമില്ലാതെ സ്നേഹമില്ല. ആണോ? ഒറ്റയ്ക്ക് ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അയാളെ തന്നെ ആയിരിക്കും സ്നേഹിക്കുക, വേറെ ആരെയും അയാൾ സ്നേഹിക്കില്ല. ഗോഡ് ഈസ് നോട്ട് സെൽഫ് സെൻറ്റേഡ്, അതർ സെൻറ്റേഡ് ലവ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹം അത്രമാത്രം അകമ്പടി. പ്രത്യേകിച്ച് ഈ പൂർവ്വപിതാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ സഭാപിതാക്കന്മാർ പറയും, ത്രിയേക നടനം എന്ന വാക്ക് ഉപയോഗിക്കും. പെരിക്കൊറോസിസ് എന്ന് പറയും. നമ്മൾ സാറെ കൊറിയോഗ്രാഫി എന്നൊക്കെ പറയത്തില്ലേ, മനോഹരമായിട്ട് അറേഞ്ച് കൊറിയോഗ്രാഫി. ആ വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പെരിക്കൊറോസ് എന്ന് വെച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു ഡാൻസ്. അതായത് അവരുടെ അകത്തു നിന്നുണ്ടാകുന്ന നിറഞ്ഞു കവിയുന്ന സന്തോഷത്തെ പുറത്തേക്ക് ഒഴുകുന്നത്. അതാണ് തൃത്വം, അതാണ് ത്രിയേകം. 3 അതിലൊന്ന്. ഒന്നെന്ന് വെച്ചാൽ നമ്പറിലല്ല, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പക്ഷെ ബന്ധത്തിൽ അവർ ഒന്നാണ്. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ പിതാവിന് ഈഗോ ഇല്ല. അപ്പാന്ന് വിളിച്ച് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിന് ഈഗോ ഇല്ല. ഇനി പരിശുദ്ധാത്മാവ് വിളിച്ചാൽ മറ്റുള്ളവർക്ക് ഈഗോ ഇല്ല. ഹല്ലേലൂയ. വചനം പറയുന്നു യേശുവിനെ മരിച്ചവരെന്നും പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചു. വേറൊരിടത്ത് പറയുന്നു യേശു മരിച്ചവരെന്നും ഉയർത്തെഴുന്നേറ്റു. വേറൊരിടത്ത് പറയുന്നു പിതാവ് അവനെ ഉയർപ്പിച്ചു. കണ്ടോ? 3 ഉണ്ട്. ഇവർക്ക് പരസ്പരം ഒരു തരത്തിലും ഈഗോ ഇല്ല, ആരും വലിപ്പച്ചെറുപ്പവും ഇല്ല. ദേ ആർ വൺ. ഇങ്ങനെ ഒരു ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്ന ദൈവം അവൻ സ്നേഹത്തിൽ നിന്ന്, നിറവിൽ നിന്ന് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അവൻ വെളിച്ചമാണ്, അവൻ ഇരുളൊട്ടും തന്നെ ഇല്ല. അതാണ് ബേസിക് പോയിന്റ്. അവന് വേറൊരു ഫേസ് ഇല്ല. ഇങ്ങനെ ചിരിക്കുകയും പെട്ടെന്ന് ഇങ്ങനെ മാറി. ഇപ്പോൾ ഡാൻസിലൊക്കെ പിള്ളേർ സ്ഥിരം കാണുന്നതാണ്, ഒരു സൈഡ് ഇങ്ങനെ ചിരിക്കും, ഒരു സൈഡ് വിട്ട് ഇതില്ല. ഇങ്ങനെ 2 ഫേസ് ഇല്ല. അത് ഈ ലോകത്തിലെ പല ദൈവങ്ങൾക്കും പല മനുഷ്യർക്കുമാണ് പല ഫേസ് ഉള്ളത്. നമ്മളോട് ഒരു ഫേസ് ആയിരിക്കും, വേറെടുത്ത് പോകുമ്പോൾ വേറൊരു ഫേസ് ആയിരിക്കും. ആ ഫേസ് ദൈവത്തിനില്ല. ആ ചിന്തയിൽ നമ്മൾ ദൈവത്തിൻ്റെ മേലെ കെട്ടിവെക്കരുത്. പലരും അങ്ങനെയാണ്, എല്ലാം പ്രസംഗിക്കും, ദൈവ സ്നേഹമാണ്, അതാണ്, ഇതാണ്, എല്ലാം ലാസ്റ്റ് പറയും പക്ഷേ. ഈ പക്ഷേ മനുഷ്യൻ്റെ കണ്ടുപിടുത്തുക. ഹല്ലേലൂയ. ബൈബിളിൽ ബട്ട് ഗോഡ് എന്ന് പറഞ്ഞിട്ടില്ല. ഹീ ഈസ് ലവ്, ഫുൾ സ്റ്റോപ്പ്. കുത്തും കോമ ഇട്ടിട്ട് പിന്നെ എന്നാലും എന്ന് പറഞ്ഞിട്ടില്ല. ഹീ ഈസ് ലവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചൊരു ചിന്തയായല്ലോ. ഹീ ഈസ് ത്രിയേക ദൈവം. നമ്മൾ പറയും ട്രിനിറ്റി. ട്രിനിറ്റി എന്ന വാക്ക് ബൈബിളിലില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ 3 പേർ ഒന്നായിരിക്കുന്ന ആ ഐക്യത്തിൻ്റെ ഒരു രൂപം. ഓക്കെ, ഇനി ഈ ദൈവം എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത്? ഞാൻ ആദ്യം പറഞ്ഞു, ഒരു സിംഗിൾ ദൈവം, ഒരു ഡിക്റ്റേറ്ററായിട്ടുള്ള ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെങ്കിൽ ദൈവം എന്തിനാണ് സൃഷ്ടിക്കുന്നത്? ഒരാവശ്യത്തിന് വേണ്ടിയായിരിക്കും. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കിയാൽ, ഞാൻ ആ പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന സാധനം ഞാൻ പ്രതീക്ഷിക്കും അതെന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തു തരണം. ഞാനൊരു വീട്ടിലൊരു വേലക്കാരനെ വെച്ചാൽ, ഒരു സാധനം ഉണ്ടാക്കിയാൽ ഒരു പർപ്പസിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ ഒന്ന് വ്യത്യസ്തമായി ചിന്തിച്ചേ. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയെടുത്താണോ? ആണോ? സീരിയസ്ലി പറ. നിങ്ങൾക്ക് വീട്ടിൽ വെള്ളം കോരാൻ ആളെ വേണം, അതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടാവട്ടെ എന്നാണ്. ഒരാവശ്യത്തിൽ നിന്നല്ല നമ്മൾ കുഞ്ഞുങ്ങളെ എന്താ പറയുക, അടുത്ത തലമുറ സൃഷ്ടിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഒരു മൂർത്തിഭാവം എന്ന് പറയാം. അവരുടെ സ്നേഹത്തിൻ്റെ മാക്സിമത്തിൽ നിന്നാണ്, ആ പ്ലഷറിൽ നിന്നാണ് കുഞ്ഞുണ്ടായി വരുന്നത്.
ശരിയല്ലേ? ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നത്. ആ കുഞ്ഞെന്ന് പറയുന്നത് അവൻ ഇവരുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാനുള്ള ഒരാളല്ല, ഇവരുടെ സ്നേഹത്തിൻ്റെ ഒരു ഓവർഫ്ലോ ആണ്. ഇവരുടെ സ്നേഹം ഇതിൽ നിന്ന് ഒതുങ്ങാതെ ഇവർ രണ്ടുപേരിൽ നിന്നും ആ കുഞ്ഞിലേക്ക് പകരുന്നു. ഇതിങ്ങനെ ഓവർഫ്ലോ ചെയ്യപ്പെടുന്നതാണ് സ്നേഹം. ശരിയല്ലേ? അതല്ലേ ഫാമിലി? ആണോ അല്ലയോ? കുഞ്ഞങ്ങനെയല്ല. അപ്പോൾ നമുക്ക് നാളെ വീട്ടിൽ വെള്ളം കോരാൻ ആൾ വേണം. ഇന്നിപ്പോൾ ചിലരും പറയാറുണ്ട് വയസ്സാകാൻ നോക്കാൻ ആൾ വേണം. അതൊക്കെ ചുമ്മായാ, ഇതൊക്കെ വെറുതെ, അതൊക്കെ മനുഷ്യ കണ്ടുപിടുത്തം. ഒന്നും നടക്കത്തുമില്ല. ഇപ്പോൾ അറിയാമല്ലോ, വയസ്സാകുമ്പോൾ കാണത്തുമില്ല ചിലപ്പോൾ. പക്ഷേ അതിനപ്പുറമായി അപ്പനും അമ്മയ്ക്കും അവർ തമ്മിലുള്ള സ്നേഹത്തെ ഒന്ന് വലുതാക്കണം. നമ്മൾ തമ്മിൽ മാത്രം പോരാ, ഈ സ്നേഹം ഒന്നുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യപ്പെടണം, മറ്റൊന്നിലേക്ക് കൂടി എൻലാർജ് ചെയ്യപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് കുഞ്ഞു വരുന്നത്. ഇതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ദിവസം ആഗ്രഹം ഉണ്ടായി, നമ്മൾ മൂന്നും കൂടിയുള്ള ഈ സ്നേഹത്തെ ഒരു കവിഞ്ഞൊഴുക്ക് വേണം, ഇതൊന്ന് പുറത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ അവിടെ ആവശ്യമല്ല, ആഗ്രഹമാണുള്ളത്. ആവശ്യത്തിൽ നിന്നൊരു സാധനം ഉണ്ടാക്കിയാൽ എപ്പോഴും ഡിമാൻഡ് ചെയ്യപ്പെടും, നീ എനിക്കത് ചെയ്തു തരണം. പക്ഷേ ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്നേഹത്തെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കവിഞ്ഞൊഴുക്കിന് വേണ്ടി മാത്രമായിരിക്കും. ഹല്ലേലൂയ. ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. ദൈവം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തെന്നറിയാവോ? ആദ്യം പറഞ്ഞു, മണ്ണിനെ നോക്കിയിട്ട് പറഞ്ഞു ചെടികൾ ഉണ്ടായി വരട്ടെ, ചെടികൾ മുളച്ചു വരട്ടെ. ആരോടാ പറഞ്ഞേ? മണ്ണിനോട്, ഗ്രൗണ്ടിനോട് പറഞ്ഞു. അതായത് ഈ ചെടികൾക്ക് ജീവൻ ഉണ്ടായാൽ അത് നിൽക്കാനുള്ള സ്ഥലം, അതിന് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സ് മണ്ണാണ്. ആ മണ്ണോട് പറഞ്ഞു ചെടി ഉണ്ടായി വരട്ടെ. ചെടികൾ, വിത്തുള്ള സസ്യങ്ങളൊക്കെ മുളച്ചു വന്നു. വെള്ളത്തെ നോക്കിയിട്ട് പറഞ്ഞു മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ. കാരണം മത്സ്യങ്ങൾ ജീവിക്കേണ്ടത് വെള്ളത്തിലാണ്, അതിന് അവിടെ മാത്രമേ ജീവിക്കാൻ പറ്റൂ, അതാണ് എൻ്റെ സോഴ്സ്. അതിനെ നോക്കി സംസാരിച്ചു. ശരിയല്ലേ? ആകാശത്ത് നോക്കി പക്ഷികളൊക്കെ ഉണ്ടായി. ഇങ്ങനെ ഓരോന്നിനും സോഴ്സിനോട് ദൈവം സംസാരിച്ചു. എന്നാൽ മനുഷ്യനെ സാധാരണ എല്ലാം പറയും മണ്ണിൽ നിന്നുണ്ടാക്കിയത്. ശരിയാണോ? മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്നാണോ ഉണ്ടാക്കിയത്? അങ്ങനെയാണെങ്കിൽ മണ്ണോട് സംസാരിക്കുമായിരുന്നു. മണ്ണേ, മനുഷ്യനുണ്ടായി വരട്ടെ. ആണോ? ദൈവം മനുഷ്യനുണ്ടാക്കിയത് പാറ്റേൺ മാറ്റിയില്ല, അവിടെയും ദൈവം സംസാരിച്ച് തന്നെ ഉണ്ടാക്കിയത്. ദൈവം സംസാരിച്ചത് മണ്ണോടല്ല, വെള്ളത്തോടല്ല, ദൈവം തന്നോട് സംസാരിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നാം നമ്മുടെ സ്വരൂപത്തിൽ. ആ വാക്യം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. 1-ാം അധ്യായം, എനിക്ക് തോന്നുന്നു 26-ാം വാക്യമാണെന്ന് തോന്നുന്നു. ദൈവം തന്നോട് തന്നെ സംസാരിക്കുകയാണ്. നാം എന്ന് വെച്ചാൽ ആരാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവർ തമ്മിലൊരു ഡിസ്കഷൻ പറയുവാണ്. അവർ തങ്ങിലേക്ക് നോക്കി. പ്രിയരെ, ദൈവം എവിടെ സംസാരിച്ചാലും അവിടെ സൃഷ്ടിപ്പടക്കം. ദൈവം എവിടെ നോക്കി സംസാരിച്ചാലും അവിടെ സൃഷ്ടിപ്പാണ്, ഉണ്ടായി വരും. ദൈവം മണ്ണിനെ നോക്കിയിട്ടാണ് വിളിച്ചു പറഞ്ഞ ചെടികൾ ഉണ്ടാവട്ടെ, ഉണ്ടായി വന്നു. അത് ഇന്ന് വരെയും ആ മണ്ണുമായി കണക്റ്റഡാണ്. നിങ്ങൾ വീട്ടിൽ പോയി 2 ചെടിയെ പിഴുതിട്ട് നോക്ക്, ചിരിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല, അത് ആ നിമിഷം മുതൽ കരിയാൻ തുടങ്ങും. കാരണം ദൈവം അതിനാക്കി വെച്ച സോഴ്സ് മണ്ണാണ്. ഒരു ഗോൾഡ് ഫിഷിനെ പിടിച്ച് തറയിട്ടാൽ അതിൽ പിടയ്ക്കും. എടാ നല്ല പാല് തരാം, മുട്ട തരാന്ന് പറഞ്ഞാൽ അത് പിടച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്ത് കൊടുത്താലും അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ജീവൻ വെള്ളവുമായി കണക്റ്റഡാണ്. വെള്ളത്തിൽ നിന്ന് പുറത്തു പറഞ്ഞ നിമിഷം അത് പിടയ്ക്കാൻ തുടങ്ങും. തിരിച്ച് വെള്ളത്തിലിട്ടാൽ അത് ജീവനിലേക്ക് ഓടാൻ തുടങ്ങും. ശരിയല്ലേ? ദൈവം തന്നിലേക്ക് നോക്കി. അതുവരെ മണ്ണിനോടും വെള്ളത്തോടും ദൈവം തന്നോട് സംസാരിക്കുകയാണ്. എന്ന് വെച്ചാൽ സോഴ്സ് ഇതാണ്. ദൈവമാണ് മനുഷ്യൻ്റെ സോഴ്സ്. അവിടെ നിന്നാണ് ഉണ്ടായി വരേണ്ടത്. ദൈവം തന്നോട് സംസാരിക്കുകയാണ്. ഇനി നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം സൃഷ്ടിക്കാൻ പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടും. ആ നിമിഷം മനുഷ്യനുണ്ടായി, മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ മനുഷ്യന്, ആത്മാവാകുന്ന മനുഷ്യന്, നാം എല്ലാവരും ആത്മാവാണ്, അറിയാലോ അല്ലേ? നമ്മളെല്ലാവരും ആത്മാവാ. ആ മനുഷ്യന് ജീവിക്കാൻ, ഈ ഭൂമിയുമായി ഇടപെടാൻ ദൈവം സൃഷ്ടിച്ചത് സ്വർഗങ്ങളെ സൃഷ്ടിച്ചു, അദൃശ്യമണ്ഡലങ്ങളെയും ദൃശ്യമായ മണ്ഡലങ്ങളെയും സൃഷ്ടിച്ചു, ഈ കാണുന്നവയും കാണാത്തതിനെയും സൃഷ്ടിച്ചു. അതായത് ആത്മീക മണ്ഡലത്തെയും ഭൗതിക മണ്ഡലത്തെയും സൃഷ്ടിച്ചപ്പോൾ ഈ ആത്മമണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്നതാണ് സ്പിരിറ്റ്, എന്നാൽ ഭൗതിക മണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ ബോഡി. ഈ ബോഡി ഇല്ലാതെ ഈ ഭൂമിയിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനെ, ഈ ബോഡിയെ മണ്ണ് കൊണ്ടുണ്ടാക്കി. എന്നിട്ട് താൻ ഉണ്ടാക്കി വച്ചിരുന്ന മനുഷ്യനെ അതിനകത്തേക്ക് ബ്രീത്ത് ചെയ്തു. ഹല്ലേലൂയ. നാം ഉണ്ടായത് മണ്ണിൽ നിന്നല്ല, നാം ഉണ്ടായത് ദൈവത്തിൽ നിന്നാണ്.
നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. മണ്ണിൻ്റെ മക്കളല്ല, ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. ദൈവം നമ്മെ സൃഷ്ടിച്ചിട്ട് നമ്മെ ആക്കി വെച്ച വീടാണ് ഈ മണ്ണ് കൊണ്ടുള്ള ബോഡി. അതുകൊണ്ടല്ലേ ആരെങ്കിലും മരിച്ചാൽ രാവിലെ പറയും അയാൾ പോയി. വീട്ടിൽ പോകുമ്പോൾ അവിടെ കിടപ്പുണ്ട്, വീട് നല്ല വടിവിലും കിടപ്പുണ്ടാവും. ആരാ കിടക്കുന്നത്? അയാളുടെ വീടാണ് കിടക്കുന്നത്. വീടൊഴിഞ്ഞ് അയാൾ പോയി. ശരിയല്ലേ? അതാണ് ദൈവം സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മമനുഷ്യനാണ്. ഈ ആത്മമനുഷ്യനെ ദൈവം തന്നിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീന് വെള്ളത്തിൽ കിടക്കണമെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ചെടിക്ക് ജീവിക്കണമെങ്കിൽ മണ്ണിലേ പറ്റൂ. അപ്പോൾ മനുഷ്യന് ജീവിക്കണമെങ്കിൽ എവിടെ പറ്റൂ? ദൈവത്തിലേ പറ്റൂ. ഈ ദൈവത്തിൽ ജീവിക്കാത്തതുകൊണ്ട് ആ മനുഷ്യൻ ഇന്ന് നെട്ടോട്ടം ഓടുന്നത് വെപ്രാളമാണ്. ജീവന് വേണ്ടി വെപ്രാളമാണ്, പടയ്ക്കുക, സ്വസ്ഥതയില്ല, ഡിപ്രഷനാണ്, അതാണ് ഇതാണ്. പ്രിയരെ, ദൈവത്തിന് ബന്ധമില്ലാതെ ബന്ധം വിച്ഛേദിച്ചാൽ ആ നിമിഷം മുതൽ മനുഷ്യൻ മരിക്കാൻ തുടങ്ങും. ആദാമിന് പറ്റിയത്, ആദാമിനോട് ദൈവം പറഞ്ഞു, നീ ആ പഴം കഴിക്കുന്ന നാളിൽ മരിക്കും എന്ന് വെച്ചാൽ ആ ദിവസം മരിച്ചില്ല. ആ നിമിഷം മുതൽ ബന്ധം കട്ടായി. പിന്നെ ഗ്രാജുവലി അത് രോഗമായി, പ്രയാസമായി, പ്രശ്നമായി അവൻ്റെ ശരീരത്തെ കാർന്നു തിന്ന് അവൻ മരണത്തിലേക്ക് പോയി. എന്നാൽ ദൈവത്തുമായുള്ള കണക്റ്റ് ആകുമ്പോൾ നിന്നിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവീക ജീവൻ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. നിനക്ക് വേണ്ട മുഴുവൻ ന്യൂട്രിയൻസും. യേശു പറഞ്ഞു, ഞാനാകുന്നു മുന്തിരി വള്ളി, നിങ്ങൾ കൊമ്പുകളാണ്. കണക്റ്റായി നിന്നാൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പാറ്റേൺ മാറിയില്ല. ദൈവം മണ്ണോട് സംസാരിച്ചു, വെള്ളത്തോട് സംസാരിച്ചു, തന്നോട് സംസാരിച്ചു. അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പലരും പറയും ആദാമിൻ്റെ ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കി. അല്ല, ആദാമിൻ്റെ ബോഡിയാണ്, ശരീരത്തെ മാത്രമാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയത്. ആദാം എന്ന വ്യക്തിയെ, ആ മനുഷ്യനെ ദൈവം തന്നിൽ തന്നെ സൃഷ്ടിച്ചതാണ്. എന്നിട്ട് ആദാമിലേക്ക് ജീവശ്വാസത്തെ ഊതിയപ്പോൾ മാൻ ബിക്കം എ ലിവിങ് സോൾ. അവൻ അങ്ങനെ ജീവിക്കുന്ന ദേഹിയായി മാറി. നമുക്കറിയാം, തെസ്സലോനിക്കർ ലേഖനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കൊരു 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു, നമുക്കൊരു ദേഹമുണ്ട്, ഒരു ദേഹിയുണ്ട്, ഒരു ആത്മാവുണ്ട്. നമ്മൾ 3 പാർട്സാണ്. ദൈവം 3 പാർട്സ് ആയിരിക്കുന്ന പോലെ നമ്മളും 3 പാർട്സാണ്. 3 പാർട്സ്. ഒന്ന് ആത്മാമനുഷ്യൻ, ആത്മാവ്. മറ്റൊന്ന് ഈ ശരീരം, മറ്റൊന്ന് ദേഹി. അതായത് ആത്മമനുഷ്യൻ ആത്മമണ്ഡലങ്ങളുമായി എപ്പോഴും കണക്റ്റഡാണ്. ഈ ശരീരം ഭൗതിക മണ്ഡലവുമായി കണക്റ്റഡാണ്. പക്ഷെ ഇടയ്ക്കുന്ന ആളാണ് പ്രശ്നം. അവനാണ് തീരുമാനിക്കണം നിങ്ങൾ ഏതുമായി കണക്റ്റ് ആകണമെന്ന് തീരുമാനിക്കുന്നത്, നിങ്ങളുടെ മൈൻഡ്. ഇതാണ് ഗേറ്റ് വേ, ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ബ്രിഡ്ജ്. ഈ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, നമ്മെ സ്വർഗമണ്ഡലങ്ങളുമായും ഈ ഭൗതിക മണ്ഡലവുമായി കണക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതാണ് മനസ്സ്. ഇതിനാണ് എപ്പോഴും പൗലോസ് പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കണം. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ മൈൻഡ് ക്ലാരിറ്റി വരണം. അത് വേറൊരു ദിവസത്തെ ടോപ്പിക്, അതിലേക്ക് പോകുന്നില്ല, അവസാനിപ്പിക്കൂടെ. അപ്പോൾ ദൈവം നമ്മെ തന്നിൽ തന്നെ സൃഷ്ടിച്ചിട്ട് നമ്മെ ആ ബോഡിയിലേക്ക് ആക്കി വെച്ചു. അപ്പോൾ ഇനി മുതൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം? അന്ന് മുതൽ ദൈവവുമായി കണക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ജീവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. സെപ്പറേഷൻ എപ്പോഴും മരണത്തിലേക്ക് കൊണ്ടുപോകും. കാരണം നമ്മുടെ ലൈഫ് സോഴ്സ് ആരാണ്? മീനിനെ വെള്ളത്തിൽ എടുത്തിട്ട് എങ്ങനെ സംഭവിക്കും? ഉടനെ ചാവൂല, അല്പം കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ചാവും. മരത്തെ പിഴുതിട്ടാൽ അല്പ സമയം കിടക്കും, കുറേ കഴിയുമ്പോൾ അത് ചാകാൻ തുടങ്ങും. ഇതുപോലെ ദൈവമുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ പോകുമ്പോൾ, അത് മതപരമായ ബന്ധമല്ല, യഥാർത്ഥമായ എൻകൗണ്ടർ, ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ദൈവത്തെ അറിയുക എന്ന വാക്ക്, നോ ഗോഡ്. അതായത് യോഹന്നാൻ പറയുകയാണ്, ദൈവത്തെ അറിയുന്നത് തന്നെ നിത്യജീവനാണ്. നോയിങ് ഗോഡ് ഈസ് ലൈഫ്. അത് ബുക്കിൽ വായിച്ചറിഞ്ഞാൽ പോരാ, ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ പോരാ. ദ നോയിങ് എക്സ്പീരിയൻസ് എന്നുണ്ട്. നോ എന്ന് വെച്ചാൽ ആ വാക്കാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആദം ഹവ്വയെ അറിഞ്ഞു. അങ്ങനെ അറിയണം. അങ്ങനെ അറിഞ്ഞാൽ അവിടെ ഒരു ജന്മം ഉണ്ടാവും, ഒരു ജനനം നടക്കും, അവിടെ ഒരു ബർത്തിങ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ദൈവത്തെ നമ്മൾ അറിയുമ്പോൾ നമ്മൾ ജീവൻ ഉത്ഭവിക്കാൻ തുടങ്ങും. ആദ്യം പറഞ്ഞു, ദൈവം ത്രിയേക ദൈവമാണ്. സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. ഒരാവശ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചതല്ല, പകരം ആഗ്രഹത്തിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. നിറഞ്ഞു കവിയുന്ന സന്തോഷത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. മാത്രമല്ല, തൻ്റെ വീട്ടിൽ വേലയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, അപ്പൻ അമ്മയുടെ സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കാണ് മക്കൾ. അതുപോലെ തന്നെ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കിൽ നിന്നാണ് ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.
ഇത് ക്രിസ്ത്യാനികൾക്കുള്ളതല്ല, വിശ്വാസികൾക്കുള്ളതല്ല. സർവ ലോകത്തിലെ ഹ്യൂമാനിറ്റി, മാൻകൈൻഡ് കംപ്ലീറ്റ് ആയിട്ട്, സർവ്വജനവും. അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ ജനത്തിൽ വിളിച്ചു പറഞ്ഞത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അതിർവരമ്പുകളില്ലാതെ എല്ലാവരെയും ആ പിതാവായ ദൈവം സ്നേഹിക്കുന്നു. കാരണം എല്ലാവരും ആ ദൈവത്തിൻ്റെ മക്കളാണ്. ഇനി ദൈവം നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? അതുകൂടെ പറഞ്ഞ് ഞാൻ ചുരുക്കാം. എന്തിനാണ് ഈ ഭൂമി ഉണ്ടാക്കിയത്? അത് പറയാം. ആദ്യം യൂണിവേഴ്സിനെ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത്? നമ്മെ ഉണ്ടാക്കിയ ശേഷം ഇനി ഇവൻ എവിടെയും കൊണ്ട് വയ്ക്കാൻ ഒരു സ്ഥലം വേണമല്ലോ എന്നാലോചിച്ചല്ല ദൈവം ഭൂമി ഉണ്ടാക്കിയത്. അവൻ ആദ്യം ഭൂമിയെയും സകൃതിനെയും ഉണ്ടാക്കി. നമുക്ക് വേണ്ടത് മുഴുവൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിൽ കുഞ്ചനിക്കുമ്പോൾ ചിലരുണ്ട്, കുഞ്ചനിക്കുന്ന മുമ്പ് തൊട്ടിലൊക്കെ മേടിച്ചു വയ്ക്കും, തുണി മേടിച്ചു വയ്ക്കും, ഈ എന്തൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹമൊക്കെ കൂടി പേര് വരെ കണ്ടുപിടിച്ച് വയ്ക്കുന്ന ഒത്തിരി പേരുണ്ട്. പേര് കണ്ടുപിടിച്ച് വയ്ക്കും. ചിലരാണെങ്കിൽ അതിന് മുമ്പ് ഡ്രസ്സ് വരെ മേടിച്ചു വയ്ക്കും. എന്തുകൊണ്ടാണ്? കുഞ്ഞ് വരാൻ പോവാം. അല്ലാതെ 2 ഡ്രസ്സ് വഴിയിൽ നിന്ന് കിട്ടി എന്നാൽ അവനൊരു കുഞ്ഞാവാം എന്ന് ചിന്തിക്കുമോ? ഇന്ന് വഴിയിൽ പോയപ്പോൾ 2 ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ, ഇനിയിപ്പോൾ ഡ്രസ്സ് ഇടാൻ വേണ്ടി ഒരു കുഞ്ഞ് വേണമല്ലോ എന്ന് ചിന്തിക്കുമോ ആരെങ്കിലും? ഇല്ല. ചിന്തിക്കുമോ? അങ്ങനെ ചിന്തിക്കത്തില്ല. ചിലർ അങ്ങനെ ആയിരിക്കുന്നത്. ഈ ഭൂമിയെ ഒക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ദൈവത്തിന് ആളെ വേണമായിരുന്നു, അതുകൊണ്ടാണ്. അതുപോലെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന് ആളെ വേണമായിരുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ ദൈവൻ ആരാധന പ്രാന്തനൊന്നുമല്ല. ദൈവത്തിന് ഇങ്ങനെ ആരാധന, അതൊക്കെ ഈ ലോകത്തിലെ ആളുകളാണ്. എന്നെ നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ എന്നെ ആരാധിക്കണം. അതൊക്കെ ഒരു എന്താ പറയുക, അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്കേ ഉള്ളൂ. ആരാധന പിടിച്ചു പറ്റുക, സ്വന്തം വാല്യൂവിൽ വലിയ സംശയമുള്ളവരാണ് ഈ ആരാധന വേണമെന്ന് പറയുന്നത്. ദൈവത്തിന് അങ്ങനെയുള്ള കുറവൊന്നുമില്ല. ഹീസ് ഹോളി. അവനെ ആരാധിക്കാൻ കോടാനുകൂടി ദൂതന്മാർ ഓൾറെഡി അവിടെ ഉണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് രാവിലെ അത് ഹലോ ഞാൻ അടിച്ചുകൊണ്ടിരിക്കാനല്ല. അതല്ല ദൈവത്തിൻ്റെ പർപ്പസ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ദൂതന്മാരെ സൃഷ്ടിച്ചാൽ മതി. ഒത്തിരി ദൂതന്മാർ അവനെ എപ്പോഴും രാപ്പകലാതെ ആരാധിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞിട്ട് ആരാധിക്കുന്നതല്ല, ദൈവത്തെ കാണുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി ആരാധിച്ചു പോകുന്നതാണ്. ആരാധന ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, അത് ഉണ്ടായി വരേണ്ടതാണ്. ദൈവത്തെ ആരാധിക്കേണ്ടതല്ല, ദൈവത്തെ ആരാധിക്കുന്നത് ആരാധിച്ച് നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടോ ആരാധിച്ച് ദൈവത്തെ ഉയർത്താൻ വേണ്ടിയോ ആവരുത്. നിങ്ങൾ ഉയർത്തിയ ഉയരുമില്ല, നിങ്ങൾ താഴ്ത്തുമില്ല. നമ്മുടെ ആരാധന അല്ല ദൈവത്തെ നിലനിർത്തുന്നത്. അവനെ നമ്മൾ കാണുമ്പോൾ അറിയാതെ നമ്മൾ വാവ്, ദാറ്റ് ഈസ് വർഷിപ്പ്, അതാണ് ആരാധന. എത്രമാത്രം മനോഹരമായവൻ. പലരും പറയുന്നതാണ് ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവം ശരിയാണ്, പരിശുദ്ധനാണ്. അതും പലർക്കും തെറ്റിദ്ധാരണയാണ്. പരിശുദ്ധൻ എന്ന് വെച്ചാൽ പാപമില്ലാത്ത അവസ്ഥ അല്ല പരിശുദ്ധൻ. നിങ്ങളെല്ലാം വചനം പറയും നിങ്ങളെല്ലാവരും വിശുദ്ധരാണെന്നാണ്. വിശുദ്ധർ എന്ന് വെച്ചാൽ നിങ്ങളൊരു പാപം ചെയ്യുന്നതല്ല, പാപം ചെയ്യാൻ പറയുമല്ല, തെറ്റിദ്ധാരണകളാണ്. പാപം ഈ ഭൂമിയിൽ എൻട്രി ചെയ്തത് ആദമിലൂടെയാണ്. പക്ഷെ ആദം ജനിക്കുന്നതിന് മുമ്പേ, ബിഫോർ ക്രിയേഷൻ, ഗോഡ് ഈസ് ഹോളി. അവൻ വിശുദ്ധനാണ്. എന്ന് വെച്ചാൽ പാപമില്ലാത്ത അവസ്ഥയല്ല വിശുദ്ധി. എങ്കിൽ പിന്നെ പാപം വെച്ച് മാത്രമേ നമുക്ക് വിശുദ്ധിയെ ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. പാപമില്ലാത്തത് എന്താണ്? പാപം എന്നുള്ളൊരു ഒരു സംവിധാനമില്ലാത്തപ്പോഴേ ഹീസ് ഹോളി എന്ന് വെച്ചാൽ, ഹോളി മീൻസ് നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. എങ്കിലും എൻ്റെ അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാം. ഹോളി മീൻസ് നോ വൺ എൽസ് ലൈക്ക് ഹിം, സംതിങ് സ്പെഷ്യൽ, സംതിങ് പെക്യൂലിയർ. ഇതുപോലെ മറ്റൊന്നില്ല, യുണീക്ക്. ദാറ്റ് ഈസ് ഹോളി. എൻ്റെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല. അവൻ്റെ സൃഷ്ടിയെ പോലെ മറ്റൊന്നില്ല. അവനെ കാണുന്ന ഓരോ നിമിഷം ദൂതന്മാർ വിളിച്ചു പറയും ഹോളി ഈസ് വണ്ടർഫുൾ. ഇതുപോലെ മറ്റൊന്നില്ല, അവൻ്റെ സൃഷ്ടിയെ പോലെ മറ്റൊന്നില്ല. അതുകൊണ്ടാണ് നമ്മെക്കുറിച്ച് ദൈവം പറഞ്ഞത് യു ആർ ഹോളി. നിങ്ങൾ ഓരോരുത്തരും രാജകീയ പുരോഹിത വംശമാണ്, ഓരോരുത്തരും വിശുദ്ധ ജനമാണ്. നിങ്ങളാണ് ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് എന്നാണ് വചനം പറയുന്നത്. എന്ന് വെച്ചാൽ സിസ്റ്ററിനെ പോലെ മറ്റൊരാളില്ല, അനന്തുവിനെ പോലെ മറ്റൊരാളില്ല. എവരിവൺ ഈസ് യുണീക്ക്, മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കയ്യിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടികളാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അതിൻ്റെ തെളിവാണ്. എത്ര ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയ പോലും, ഇരട്ടകളൊക്കെ പറയത്തില്ല, കണ്ട ഒരുപോലെ ഇരിക്കും, പക്ഷേ ഫിംഗർ പ്രിൻ്റ് സെയിം ആയിരിക്കത്തില്ല. എത്രയോ കോടാനുകോടി ജനം ഈ ഭൂമിയിൽ വന്നു പോയി, പക്ഷെ ഇത്രയും സ്ഥലത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു മായാജാലമുണ്ട്. ഒരു മനുഷ്യനും കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അല്ലേ? നമുക്കാണെങ്കിലോ എത്ര വലിയ സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചാലും ഇത്രയും വലിയ സ്പേസിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പാറ്റേൺസ് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ കോടാനുകൂടി ജനത്തിൻ്റെയും ഫിംഗർ പ്രിൻ്റ് സെയിം അല്ല. ദാറ്റ് ഈസ് യുണീക്ക് മാസ്റ്റർ പീസ് ഓഫ് ഗാഡ്. ദാറ്റ് ഈസ് യുവർ ഹോളി.
ദൈവം നിന്നെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നിന്നെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു അങ്ങനെ ആയിരിക്കുക. ആരെയും കോപ്പി അടിക്കണ്ട, ആരെയും ഇമിറ്റേറ്റ് ചെയ്യണ്ട, അവരെ പോലെ ആകാൻ ശ്രമിക്കണ്ട. നിന്നെ ദൈവം എന്താക്കിയിരിക്കുന്നു അങ്ങനെ ആയിരിക്കുക. യു ആർ ദ ആപ്പിൾ ഓഫ് ഹിസ് ഐ. അവൻ്റെ കണ്ണിലെ എന്താ പറയുക, നമ്മളെന്താ പറയുക, കൺമണി അല്ലേ, തങ്കക്കുടം എന്നൊക്കെ പറയത്തില്ലേ. ദൈവത്തിൻ്റെ വളരെ സ്നേഹമായിട്ടുള്ള ദൈവം അത്രയും അധികമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. കണ്ണിലുണ്ണി, അതാ കറക്റ്റ്, കണ്ണിലുണ്ണി. ദൈവത്തിൻ്റെ കണ്ണിലുണ്ണികളാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ അവിടെ യാത്ര പോകുമ്പോൾ വിചാരിക്കും, ദൈവമേ നിൻ്റെ കണ്ണ് ഇപ്പോൾ ഈ സ്ഥലത്തേക്കാണ്, കാരണം ഞാനിവിടെയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് പറയാൻ കഴിയും. ഓരോരുത്തരുടെ മേൽ ഇതിൻ്റെ കണ്ണുണ്ട്. നിന്നെ തൊടുന്നവൻ അവൻ്റെ കൃഷ്ണമണിയെ തൊടുന്ന പറഞ്ഞിരിക്കുന്നത്. അത് അത്രമാത്രം ദൈവം തന്നെ സ്നേഹിക്കുന്നു. ഈ തിരിച്ചറിയുന്ന വ്യക്തികൾ ആ സ്നേഹത്തിൽ ആ സ്വാൻ നടക്കാൻ തുടങ്ങും. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും നമ്മൾ ഇത് തിരിച്ചറിയണമെന്നാണ്. അല്ല ദൈവം ഭയങ്കര എന്തോ വൈബ്രേഷനാണ്, നമ്മൾ അടുത്ത് പോകാൻ പറ്റത്തില്ല, വൈബ്രേഷൻ അടിച്ചിരിക്കും. ഹീസ് ലവ്, ഭയങ്കര സ്നേഹമാണ്. യേശു ഈ ഭൂമി വന്നപ്പോൾ പലരും ചിന്തയുണ്ട്, പാപം ചെയ്താൽ ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. യേശു ഈ ഭൂമി വന്നപ്പോൾ പാപികളുടെയും ചുങ്കക്കാരുടെയും ഈ ലോകം വേണ്ടെന്ന് പറഞ്ഞവരെയും ഒക്കെ അടുത്ത് പോയി ഇരുന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ യേശു ഭക്ഷണം കഴിച്ചപ്പോൾ പിതാവായ ദൈവം എന്ത് ചെയ്യുകയായിരുന്നു? അവൻ അവിടെ നിന്ന് കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? അവൻ്റെ പാപങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നോ? അല്ല. യേശു പറഞ്ഞു, ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല, പിതാവ് എന്ത് ചെയ്യുന്നു അതാണ് ഞാൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ യേശു ഭക്ഷണം കഴിക്കുമ്പോൾ ലിറ്ററലി പിതാവ് ആ മകൻ്റെ അടുത്തുണ്ട്. ക്രൂശ് അതിൻ്റെ എക്സാമ്പിളാണ്. യേശു കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ പിതാവായ ദൈവം എവിടെയായിരുന്നു? കൊരിന്ത്യർ ലേഖനം പറയുന്നത്, ഗോഡ് വാസ് ഇൻ ക്രൈസ്റ്റ് റെക്കൺസിലിംഗ് ദ വേൾഡ് ത്രൂ ഹിം. അവനിലൂടെ ലോകത്തെ നിരപ്പിച്ചുകൊണ്ട് ദൈവം യേശുവോടൊപ്പം ക്രൂസിലുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് യേശു വിളിച്ചേ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ന്. അത് വീണുപോയ ഒരു മനുഷ്യൻ്റെ വിളിയാണ്. നമ്മുടെ സ്ഥാനത്ത് യേശു ആയപ്പോൾ അവൻ ഈ ലോകത്തിന് മുഴുവൻ പാപത്തെയും ചുമന്നപ്പോൾ ഈ ലോകത്തിലെ ഏതൊരു വ്യക്തിയുടെയും നിലവിളിയാണ്. അന്ധകാരത്ത് കിടക്കുമ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടോ, ആ വിളിയാ. അതുവരെ അപ്പ അപ്പ എന്ന് മാത്രം ശീലിച്ച യേശു ആ ഒരിക്കൽ മാത്രം ദൈവമേ എന്ന് വിളിച്ചു. അത് നമ്മുടെ വിളിയായിരുന്നു. പക്ഷെ അതിൽ അവസാനിച്ചില്ല. തൊട്ടടുത്ത നിമിഷം യേശു പറഞ്ഞു, ആ അന്ധകാരനപ്പുറം പിതാവിനെ കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, അപ്പാ നിന്റെ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. സംഗീതക്കാർ അതുകൊണ്ടാണ് പറഞ്ഞേ, അവൻ്റെ നിലവിളിക്ക് അവൻ ചെവി കൊടുക്കാതിരുന്നില്ല, മുഖം മറച്ചില്ല, അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ കണ്ടിൽ നടിച്ചില്ല. പകരം വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. ദൈവം ഒരിക്കലും മാറി നിൽക്കുന്ന ദൈവമല്ല, യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ പാപികളുടെ അടുക്കിലേക്ക് പോയപ്പോൾ യേശു എവിടെ കടന്നു ചെന്നു? അവിടെയൊക്കെയും ദൈവമാണ് കടന്നു ചെന്നത്, പിതാവായ ദൈവമാണ് കടന്നു ചെന്നത്. പിതാവ് യേശുവിലൂടെ നമുക്ക് കാട്ടിത്തന്നു അവൻ ആരാണെന്ന്. ഹല്ലേലൂയ. രണ്ട് മുഖമില്ല. നമ്മുടെ ബൈബിളിലുള്ള ഓരോ വാക്യങ്ങളും എന്നെ കർത്താവ് പഠിപ്പിച്ച് ഇങ്ങനെയാണ്, മോനെ ഈ വാക്യങ്ങളൊക്കെയും യേശുവിൽ ഫിറ്റാവണം. യേശുവിൽ ഫിറ്റായില്ലെങ്കിൽ അതിന് നീ മാറ്റിവെക്കണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് എടുക്കാൻ വിചാരിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിൽ ഒന്നും പോകുന്നില്ല. ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പലർക്കും യേശുവിനേക്കാൾ ദൈവത്തെക്കാൾ വലുതാണ് കയ്യിരിക്കുന്ന ബൈബിൾ. ഞാൻ ബൈബിളിൻ്റെ വാല്യൂ കുറച്ച് കാണിക്കുമല്ല, തിരിച്ചറിയാൻ വേണ്ടി പറയുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ നിന്നിരിക്കുന്ന മലയാളം ബൈബിൾ ലോകത്തുള്ള 10,000 ട്രാൻസ്ലേഷൻസിൽ ഒരെണ്ണമാണ്. ഇതിനകത്തുള്ള വള്ളിയും പുള്ളിയും ചകഞ്ഞിരിക്കരുത്. ഇതല്ല കർത്താവ് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ മലയാളം അല്ല തൃശ്ശൂർ പോയ മലയാളം, അവിടെ നിന്ന് അപ്പുറം പോയാൽ വേറെ മലയാളമാണ്. അതുകൊണ്ട് ലാംഗ്വേജ് ഒത്തിരി വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഇവിടുത്തെ മലയാളം എടുത്ത് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കരുത്. ഇതിന് പുറത്ത് ഒരു ലോകമുണ്ട്, ഇതിന് പുറത്ത് ഒത്തിരി ഭാഷകളുണ്ട്. 1000 ഭാഷകളിലേക്ക് ഈ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്പിരിറ്റ്, ഇതിൻ്റെ കാതൽ, അതിന് മാറ്റമില്ല. ഏത് ആത്മാവിൽ എഴുതപ്പെട്ടോ അതിന് മാറ്റമില്ല. ലിറ്ററലി എടുത്ത്, അതുകൊണ്ട് അതിനെ പറയുന്നത് അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുകയാണ്. സത്യത്തിൽ ഇന്ന് ജീവിപ്പിക്കുവാനായി എഴുതപ്പെട്ട ഈ വചനം ഒത്തിരി പേരെ കൊന്നുകൊണ്ടിരിക്കുവാണ്. ലിറ്ററലി എടുത്തിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് വചനം എടുത്ത് വളച്ചൊടിച്ച് ദൈവത്തിൻ്റെ മുഖത്തെ വിരൂപമാക്കി. പ്രിയരെ, ഞാൻ സ്നേഹത്തോടെ പറയാം, യേശുവിൽ ഉൾക്കൊള്ളാത്ത ഒരു ഫേസിനെയും അംഗീകരിക്കല്ലേ. അതെത്ര വലിയ പണ്ഡിതനെന്ന് പറഞ്ഞാലും യേശു, ഹി ഈസ് ദ എക്സാക്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗോഡ്. ദൈവത്തെ, പിതാവായ ദൈവത്തെ യഥാർത്ഥമായി വെളിപ്പെടുത്തത് യേശു മാത്രമാണ്. യേശുവിലല്ലാതെ മറ്റൊന്നുമില്ല. യേശു അടുത്ത് നിൽക്കുക. യഹൂദന്മാർ തോറ പഠിച്ചുകൊണ്ടിരിക്കുക. എന്താ എഴുതിയിരിക്കുന്നത്, എങ്ങനെ മുഖം പൂഴ്ത്തിയിരിക്കുക. യേശു വന്ന് പറയുവാണ്, തിരുവെഴുത്തുകൾ
എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. നിങ്ങളോ അതിനകത്ത് ജീവനുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ ജീവനായവൻ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഇന്നും ലിറ്ററലി ജീവനായവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ഇന്നും നമ്മൾ തിരിച്ചറിയാതെ ബുക്കിനകത്ത് മുഖവും പൂഴ്ത്തി ഇരിക്കുക. ആരെ കുറ്റം പറയാം, എന്ത് ചെയ്യാം, എങ്ങനെ തർക്കിക്കാം, എങ്ങനെ നമ്മുടെ ഡോക്ടറിന് ശരിയാക്കാം, ആരോട് അടിയുണ്ടാക്കാം, എവിടെ ഡിബേറ്റ് വയ്ക്കാം. അല്ല, നിന്റെ അകത്തിരിക്കുന്ന ജീവനായവൻ സംസാരിക്കുന്നത് കേൾക്കുക. തിരുവചനം വായിക്കുമ്പോൾ പ്രിയരെ, ബൈബിളിനകത്തിരിക്കുന്ന അക്ഷരം തെറ്റാതെ എടുത്തു വെച്ച് അതിനെയല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്. പകരം യേശു ഒരു മാതൃക കാണിച്ചു. നിങ്ങളറിയാവോ? യേശു എന്ന് പറഞ്ഞു, തിരുവെഴുത്തുകളിൽ നിങ്ങളെ ഇങ്ങനെ വായിച്ചിട്ടുണ്ടല്ലോ, എന്നാലോ ഞാനോ നിങ്ങളോട് പറയുന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എന്ന് വെച്ചാൽ തിരുവെഴുത്ത് എന്ത് എഴുതിയിരിക്കണോ അത് അങ്ങനെ എടുക്കാനല്ല യേശു പറഞ്ഞേ. യേശു പറഞ്ഞു, തിരുവെഴുത്തുകളിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, എന്നാലോ ഞാനോ നിങ്ങളോട് പറയുന്നു. ഒരു ചെകിട് അടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്ക്. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ വ്യഭിചാരം ചെയ്യരുതെന്ന് ഞാനോ നിങ്ങളോട് പറയുന്നു. കണ്ടോ, യേശു തിരുവെഴുത്ത് എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ അതിൽ നിന്നും ആത്മാവിന് നിന്നോട് സംസാരിക്കാൻ വേറെ ചിലതുണ്ട്. അക്ഷരമല്ല ജീവിപ്പിക്കുന്ന, ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. തിരുവെഴുത്ത് പലപ്പോഴും കോട്ടിക്കളയും തരത്തിൽ നിങ്ങൾ ചിന്തിച്ച് മാറ്റാറുണ്ട്. ചിലർക്കാണെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് വിശുദ്ധ പുസ്തകമാണ്. ഞാൻ ഒരു കാര്യം പറയാം, ബൈബിൾ മുഴുവൻ ദൈവവചനമല്ല. വിഷമിക്കല്ലേ, ബൈബിളിനകത്ത് സാത്താൻ പറഞ്ഞ കാര്യം എഴുതിയിട്ടുണ്ട് ഇല്ലേ? സാത്താൻ യേശുവിനോട് സംസാരിച്ച കാര്യം എഴുതിയിട്ടില്ലേ? സാത്താന്റെ വചനവും കൊണ്ടിനകത്ത്. മിണ്ടില്ല. സത്യം പറയുമ്പോൾ ഇങ്ങനെയാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. തിരുവെഴുത്തുകൾ യേശുവിനെ സാക്ഷ്യം പറയുന്നവയാണ്, യേശുവിനെ വെളിപ്പെടുത്തുന്നതാണ്. എന്ന് വെച്ചാൽ പൊരുളായ യേശുവിൻ്റെ നിഴൽ മാത്രമാണ് തിരുവെഴുത്ത്. ഞാൻ എപ്പോഴും പറയും, ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ആണത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്നൊരു വെളിച്ചം അടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വരുന്നില്ലല്ലേ, കാണിച്ചാൽ അവിടെ നിഴൽ വരും. ഞാനിത് കൊച്ചു പിള്ളേരെ പറ്റിക്കാൻ പറയും, മാന്, മുയല് ഇങ്ങനെയൊക്കെ പറയും. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മാനിനെയും മുയലിനെയും കാണാൻ പറ്റും. പക്ഷെ റിയൽ ആയിട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ കയ്യിലേക്ക് നോക്കണം, ഇത് വിരലാണെന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ ആ നിഴല് വെച്ചിട്ട് എനിക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല, ഇത് വെച്ച് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. തിരുവെഴുത്തുകൾ വെച്ച് യേശുവിനെ മനസ്സിലാക്കാൻ നിൽക്കരുത്, യേശുവിനെ വെച്ച് വേണം തിരുവെഴുത്ത് മനസ്സിലാക്കാനായിട്ട്. കാരണം ഇന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവം നിങ്ങളുടെ മുന്നിൽ നിൽക്കുക, യേശു നിൽക്കുക. ആ യേശുവിനെ നോക്കിയിട്ട് വേണം തിരുവെഴുത്ത് മനസ്സിലാക്കാൻ. ഇതിൽ ഉൾക്കൊള്ളാത്ത യേശുവിനെ കളയല്ല ചെയ്യണം, യേശുവിൽ ഉൾക്കൊള്ളാത്ത തിരുവെഴുത്തിനെയാണ് മാറ്റിവെക്കേണ്ടത്. ഹല്ലേലൂയ. എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാണ്, കറക്റ്റാണ്. കാരണം അത് നിങ്ങളുടെ ശാസനയ്ക്കും ഗുണീകരണത്തിനും ജീവിതത്തിൽ നിങ്ങൾ വീണ് പോകുമ്പോഴൊക്കെ നിങ്ങളെ കറക്റ്റ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗപ്പെടുന്നതാണ്, പ്രയോജനമുള്ളതാണ്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസത്താൽ അല്ലാതെ ഇത് എഴുതപ്പെട്ടിട്ടില്ല. കാരണം ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംഭവിച്ചപ്പോൾ ഈവൻ സാത്താൻ സംസാരിക്കുന്ന പോലും വേറെ ആരും കണ്ടിട്ടില്ല, അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസമുള്ളതാ, ദൈവശ്വാസമുള്ളതാ, ശരിയാ. അതിൻ്റെ ആധികാരികത ഒട്ടും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അത് കറക്റ്റാണ്. പക്ഷേ ഇതിനകത്ത് എഴുതപ്പെട്ട എല്ലാം ദൈവശബ്ദമല്ല, എല്ലാം പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ടതാണ്. അതെല്ലാം ദൈവത്തിൻ്റെ വായിൽ നിന്ന ശബ്ദമല്ല. ശത്രുവിൻ്റെ ശബ്ദങ്ങളുണ്ട്, രാജാക്കന്മാരുടെ പരസ്പരമുള്ള പോർവിളികളുണ്ട്, ശരിയല്ലേ? ഒത്തിരിയുണ്ട്. യൂദ സംസാരിക്കുന്നതുണ്ട്, ഒത്തിരിയുണ്ട്. യേശു സംസാരിക്കുന്നതുകൊണ്ട്. പക്ഷെ ഇന്ന് യേശു നിങ്ങളോട് പറയുകയാണ്, തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ഞാനോ നിങ്ങളോട് പറയുന്നു, യേശുവോ നിങ്ങളോട് സംസാരിക്കുന്നു, അതിനെ കേൾക്കുക, അതിനെ ചെവി കൊടുക്കുക. സ്വർഗം തുറന്ന് വിളിച്ചു പറഞ്ഞു. ഒരിക്കൽ മോശയും ഏലിയാവും നിൽക്കുകയാണ്, പത്രോസ് നിൽക്കുന്നു, യേശു നിൽക്കുന്നു, യോഹന്നാൻ നിൽക്കുന്നു, യാക്കോബ് നിൽക്കുന്നു. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. പത്രോസ് പറഞ്ഞു, യേശുവേ 3 കൂടാരം മേടിക്കാം, 3 താമസിക്കാം. സ്വർഗം തുറന്ന് വിളിച്ചു പറഞ്ഞു, മോശെ ആരുടെ പ്രതീകമാണ്? ന്യായപ്രമാണത്തിൻ്റെ പ്രതീകമാണ്. ഏലിയാവ് ആരുടെ പ്രതീകമാണ്? പ്രവാചകന്മാരുടെ പ്രതീകമാണ്. അവർ രണ്ടുപേരും കേൾക്കാനല്ലേ സ്വർഗം വിളിച്ചു പറഞ്ഞത്? സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. യേശു നിങ്ങളെന്ന് പറയുന്നു, അതിന് ചെവി കൊടുക്കുക, അതിനെ ശ്രദ്ധിക്കുക. ഇന്ന് മതം പലപ്പോഴും ദൈവത്തെക്കാൾ വലുതായി പുസ്തകങ്ങളെ മാറ്റി. അവിടെയാണ് പ്രശ്നം പറ്റിയത്. യേശു തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുത്തു. പഴയ നിയമത്തിൽ നിന്നും സങ്കീർത്തനം നോക്കി തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വെളിപ്പെടുത്തി കൊടുത്തു എന്ന എമ്മോസിലേക്കുള്ള യാത്രയിൽ കാണുന്നത്. പലർക്കൊന്നും മനസ്സിലാവണമെന്നില്ല, ഞാൻ പറഞ്ഞു പോവുകയാണ്. പക്ഷേ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പിക്ചറിനെ നമുക്ക് ഓരോ ദിവസവും റിവീൽ ചെയ്ത് തരുമ്പോൾ അതിനെ കാണുവാനായി ശ്രമിക്കുക. യേശുവിൽ ഫിക്സ് ആവാത്ത, ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇരിക്കും ദൈവം കുറേ പേരെ കൊന്നു. നേരെ എടുത്ത് യേശുവിലേക്ക് നോക്കണം. യേശുവിൽ അത് ഫിക്സ് ആവുമോ? ഇല്ലെങ്കിൽ വിട്ടേക്കണം. ഹല്ലേലൂയ. ദൈവം കോപിച്ചു. പ്രിയരെ, അന്ന് തകർന്നു പോയ വീണുപോയ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിമ്പിൾ പറഞ്ഞുതരാം. ആദമിനോട് ദൈവം ദേഷ്യപ്പെട്ടോ? ദേഷ്യപ്പെട്ടോ? പറ. ഉറങ്ങിയ ആദമിനോട് ദൈവം ദേഷ്യപ്പെട്ടോ? നീ എന്തിനടാ പഴം കഴിച്ചേ ചോദിച്ചോ? പിന്നെന്തിനാ ആദം പേടിച്ചേ? ആദാമിന്റെ മനസാക്ഷി പറഞ്ഞു ദൈവം എന്നോട് ദേഷ്യത്തിലാണ്, ദൈവം കലിപ്പിലാണ്, കഴിക്കരുത് പറഞ്ഞ് ഞാൻ കഴിച്ചില്ലേ. ആദാമിന്റെ മനസാക്ഷി ഒരു ഫോൾസ് ഇമേജ് ദൈവത്തെക്കുറിച്ച് കൊടുത്തു. ആ തെറ്റിദ്ധാരണ എന്നാണ് പിന്നെ ആദാം ദൈവത്തെ കാണുന്നത്. അതുകൊണ്ട് സ്നേഹത്തോടെ മോനേടാ എന്ന് പറഞ്ഞ് തലേ ദിവസത്തെ പോലെ അന്നും ദൈവം വരുമ്പോൾ ആദാം പറയുമോ, ഇല്ല എനിക്ക് പേടിയാ, ഞാൻ ഭയന്ന് വിറച്ചിരിക്കുക, ഞാൻ നഗ്നനാ. അപ്പോൾ ആദാം ഒരു ബുക്ക് എഴുതി. ആദാം എങ്ങനെ എഴുതും? ദൈവം പതുപോലെ വൈകിട്ട് വന്നു, എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ വേണ്ടി വന്നു, ഞാൻ പേടിച്ചൊളിച്ചിരുന്നു. അപ്പോൾ വായിക്കണം, നമ്മൾ വിചാരിക്കും ദൈവം ഏതോ വലിയ ദേഷ്യക്കാരനാണ്. മനസ്സിലായോ? നരേറ്റീവ് പോയത് കണ്ടോ? മാറ്റം കണ്ടോ? വീട് പോയ മനുഷ്യൻ്റെ കൺസെപ്റ്റിൽ ദൈവത്തെക്കുറിച്ച് എഴുതുമ്പോൾ പലയിടത്തും, ഉദാഹരണം ഞാൻ ഇപ്പോൾ ബാക്കിയെടുക്കാൻ സമയമില്ല, ദിനവൃത്താന്ത പുസ്തകവും ശമൂവേലിന്റെ പുസ്തകവും വായിക്കുമ്പോൾ രണ്ട് സ്ഥലത്ത് ഒരേ ഇൻസിഡൻറ്റ് രണ്ട് രീതിയിട്ടുണ്ട്. ഒരിടത്ത് എഴുതിയിരിക്കുന്നത് ദൈവം ശൗലോട് ജനത്തിൻ്റെ സംഖ്യ എടുക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്നാണ്. മറ്റൊരു എഴുതിയിരിക്കുന്നത് സാത്താൻ അവൻ്റെ ഹൃദയത്തെ അങ്ങനെ ആക്കിയെന്നാണ്. വ്യത്യസ്തമുണ്ട്. ഒരേ വാക്യം രണ്ട് സ്ഥലത്ത്. എന്നർത്ഥം പലപ്പോഴും ശത്രു ചെയ്യുന്ന മുഴുവൻ ദൈവത്തിൻ്റെ മേൽ, സാത്താൻ പോലും പലപ്പോഴും വെളിച്ച ദൂതൻ്റെ വേഷം എടുക്കുന്നതാണ് വചനം എഴുതിയിരിക്കുന്നത്. വെച്ചാൽ ശത്രു ചെയ്ത പലതും ദൈവത്തിൻ്റെ മേൽ ആരോപിക്കും. യേശു പറഞ്ഞു പിശാച് ആദി മുതലേ കൊലപാതകനത്രേ. യേശു പറഞ്ഞു അവൻ കൊലപാതകനാണ്. കൊലപാതകങ്ങളെല്ലാം ദൈവത്തിൻ്റെ മേലാണ് പലപ്പോഴും ചാർത്തി വെച്ചേ. ഇതൊക്കെ വേറൊരു ദിവസം ടോപ്പിക്, ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ദൈവം ജീവനെ എടുക്കുന്നവനല്ല, ജീവൻ കൊടുക്കുന്ന ദൈവമാണ്. തൻ്റെ ജീവനെ പോലും നമുക്ക് വേണ്ടി നൽകുന്നൊരു ദൈവം നമുക്കുള്ളേ. നിൻ്റെ വീട്ടിൽ അവൻ കോഴിയും ആടും എടുത്തുകൊണ്ട് പോകത്തില്ല. ദൈവത്തിന് നിൻ്റെ കോഴിയും ആടും വേണ്ട. കാട്ടിലെ പക്ഷികളൊക്കെയും അവൻ്റെതാണ്. എല്ലാ പർവ്വതങ്ങളിലുള്ള സകലതും അവനുള്ളതാണ്. അവന് വിശന്നാന്ന് നിന്നോട് ചോദിക്കത്തില്ല. ഞാൻ പറഞ്ഞ വല്ല വചനങ്ങളാണ്, ചോദിക്കത്തില്ല. അവൻ എടുത്തിട്ട് പോകത്തില്ല. അവൻ ഒന്നും എടുക്കുന്ന ദൈവമല്ല, കൊടുക്കുന്ന ദൈവമാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടി പല വഴികൾ ദൈവം തിരഞ്ഞെടുത്തു. അതിലൊന്നാണ് സമയത്തിലെ അബ്രഹാമോട് ദൈവം പറഞ്ഞു നിന്റെ മോൻ എനിക്ക് വേണം. നമ്മളെല്ലാം നോക്കുമ്പോൾ ശരിയാ, ക്രൂരനായ ദൈവം ആറ്റുനോറ്റ് കിട്ടിയ ഒരു മോനാണ് പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നു. നമ്മൾ നോക്കിയ കഥ വായിക്കാൻ അങ്ങനെ തോന്നും. പക്ഷേ പ്രിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്നത്തെ കാലത്ത് ആദ്യജാതനെ ബലി കൊടുക്കാന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അബ്രഹാം ആണെങ്കിൽ ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്ന് വന്നിരുന്ന ഒരു ചരിത്രമുണ്ട് അവന്. അവൻ്റെ കൺസെപ്റ്റിൽ ഈ ദൈവങ്ങളെല്ലാം കണക്കാ. ആദ്യ ജാതനെ ചോദിക്കും. ഇതും യഹോവയായ ദൈവം അങ്ങനെ ആയിരിക്കുമെന്നാണ് അബ്രഹാമിൻ്റെ കൺസെപ്റ്റ്. അബ്രഹാം അതുകൊണ്ട് തന്നെ മടിച്ചില്ല, കൊടുക്കാൻ വേണ്ടി പോവുക. പക്ഷെ ദൈവത്തിന് അവനെ പഠിപ്പിക്കണമായിരുന്നു, ഞാൻ അങ്ങനെ അല്ല. ദൈവം അബ്രഹാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വെട്ടാൻ പോകുമ്പോൾ പറയുവാണ്, ഞാൻ നിന്റെ മോനെ എടുക്കുന്ന ദൈവമല്ല, പകരം യാഗമൃഗത്ത് നൽകുന്ന, നിനക്ക് വേണ്ടി യാഗമാകുന്നവനാണ് ഞാൻ. നിനക്ക് വേണ്ടി എൻ്റെ ജീവനെ പോലും തരാൻ ഞാൻ തയ്യാറാണ്. അന്ന് അവിടെ കാണിച്ചു കൊടുത്ത യാഗമൃഗം പിന്നീട് ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ മടിക്കാത്തൊരു ദൈവം. നിനക്ക് വേണ്ടി നിന്റെ രക്തം ചോദിക്കത്തില്ല, നിൻ്റെതായ ഒന്നും അവൻ ചോദിക്കത്തില്ല. നീ മുട്ടിലെഴയണ്ട, നീ തല്ലി പൊളിക്കണ്ട, നിന്റെ ശരീരം കുത്തി കീറണ്ട. നിനക്ക് വേണ്ടി സ്വയം കുത്തി കീറുവാൻ അവൻ തയ്യാറാണ്. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ മകൻ്റെ ദേഹത്ത് ഒരു പോറൽ വീണാൽ എനിക്ക് സഹിക്കത്തില്ല. പക്ഷെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ കുത്തി കീറി നിന്നാൽ ദൈവം നമ്മളോട് സന്തോഷിക്കുന്നതാണ്. ഒരിക്കലില്ല പ്രിയരെ, അവൻ നമ്മെ സ്നേഹിക്കുന്ന ഒരു അപ്പനാണ്. ആ ഹൃദയത്തിലെ ചോര പൊടിയും നീ വേദനിക്കുന്ന കണ്ടാൽ. യേശു കരയുന്നവരുടെ കൂടെ പോയിരുന്ന് കരഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. എഴുതിയിരിക്കുക, പിതാവായ ദൈവം നിന്റെ കണ്ണുനീർ കണ്ട് സന്തോഷിക്കുന്ന ദൈവമല്ല, നിന്റെ കണ്ണുനീരിൽ നിന്റെ കൂടെ ഇരുന്ന് കരയുന്ന ദൈവമാണ്. കാരണം അപ്പന് മക്കളുടെ ഹൃദയത്തിൻ്റെ വേദന അറിയാൻ പറ്റും. നമ്മുടെ ദൈവം സ്വർഗീയ പിതാവാണ്, അപ്പനാണ്, അവൻ്റെ മക്കളാണ് നമ്മൾ. നമ്മളെ ഈ ഭൂമിയിൽ ദൈവം എന്തിനാക്കി വെച്ചിരിക്കുന്നത്? അടുത്ത ആഴ്ചകൾ ചിന്തിക്കാം. ഇന്നിപ്പോൾ സമയം പോരാ. നമ്മൾ എന്തിനാണ് ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? എന്താണ് നമ്മുടെ പർപ്പസ്? നമ്മുടെ ഉദ്ദേശമുണ്ടോ? വെറുതെ ജനിച്ച് മരിച്ചു പോവുകയാണോ? ഒരിക്കലുമല്ല. പല ഉദ്ദേശങ്ങളുണ്ട്. അത് വരുന്ന ആഴ്ചകൾ ചിന്തിക്കാം. ഇന്ന് സമയം ഒത്തിരി പോയി.
ദൈവം നമ്മുടെ അപ്പനാണ്. ദ സിംപ്ലസ്റ്റ് പ്രയർ ഈസ് അപ്പാ. വചനം പറയുന്നു, നിങ്ങൾക്ക് ഭയപ്പെടേണ്ടുള്ള ആത്മാവനല്ല തന്നിരിക്കുന്നത്. പിന്നെയും ഭയപ്പെടരുത്, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ. നമ്മളെല്ലാം മക്കളാണ്. അവൻ ക്രിസ്ത്യാനികളുടെ അപ്പനല്ല, സർവ്വചരാചരങ്ങളും അവനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. അവനാലും അവന് വേണ്ടിയും സകലതും സൃഷ്ടിക്കപ്പെട്ടു. ഉളവായതൊന്നും സൃഷ്ടിക്കപ്പെട്ട ഒന്നും അവനെ കൂടാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. നമ്മളാരും ദൈവത്തിൻ്റെ പുറത്തല്ല, നമ്മളെല്ലാം ദൈവത്തിൻ്റെ അകത്താണ്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഒത്തിരി അവസാനിപ്പിക്കാൻ പറഞ്ഞല്ലേ, ഇതിപ്പോൾ കറക്റ്റാണ്, ഷാർപ്പ് തീരും. ഇത്രയേ ഉള്ളൂ. നമ്മളാരും ദൈവം അങ്ങും നമ്മൾ ഇങ്ങുമല്ല, നാം ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ ലൂക്കോസ് പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തികൾ പറയുകയാണ്, നാം അവനിലല്ലോ ഇരിക്കുന്നതും ചരിക്കുന്നതും ആകുന്നതും. എന്ന് വെച്ചാൽ ഇൻ ഹിം വി മൂവ്, വി ലീവ് ആൻഡ് അവർ ബീയിങ്. നമ്മളായിരിക്കും തന്നെ അവനിലാണ്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അവനകത്താണ്. അവൻ്റെ പുറത്ത് നമുക്കൊരു ജീവനില്ല. നാം ദൈവത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിലും ദൈവം നമ്മളിലും. ഹല്ലേലൂയ. നാം അവനിലാണ് ആയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ഒരു വലിയ ഫിഷ് ടാങ്ക് സങ്കല്പിച്ചാൽ മതി. വലിയ ഫിഷ് ടാങ്ക്, എൻ്റെ വീട്ടിൽ വലിയ ഫിഷ് ടാങ്ക് ഉണ്ട്. ഈ ഫിഷ് ടാങ്കിനകത്ത് ചെടികളുണ്ട്, കൊച്ചു വലിയ മരങ്ങളുണ്ട്. സങ്കല്പിക്കുക, കുറേ കല്ലുകളുണ്ട്, വെള്ളമുണ്ട്, മീനുണ്ട്. ഓക്കെ, ആ മീന് ആ ഫിഷ് ടാങ്കിന് പുറത്ത് ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ കംപ്ലീറ്റ് സോഴ്സ് ഈ ഫിഷ് ടാങ്കാണ്. അത് യാത്ര ചെയ്താലും ശരി, വീണാലും മരിച്ചാലും എല്ലാം അതിനകത്താണ്. അതിൻ്റെ സോഴ്സ് തന്നെ അതാ. നമുക്ക് ദൈവത്തിൻ്റെ പുറത്തൊരു ജീവനില്ല. നമ്മൾ ദൈവത്തിൻ്റെ പുറത്തായാൽ, ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് പോയാൽ നമ്മൾ മരിക്കും. നമ്മുടെ ലൈഫിൽ ഡിപ്രഷൻ വരും, പ്രശ്നം വരും. പക്ഷെ സോഴ്സ് എപ്പോഴും ദൈവമാണ്. സോ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് അവനുമായി കണക്റ്റ് ആയിരിക്കാനാണ്. യഥാർത്ഥമായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദൈവത്തെ അറിയുക എന്ന് വെച്ചാൽ നമ്മെ ശിക്ഷിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു ഡിക്റ്റേറ്റർ അല്ല, പകരം നമ്മൾ അവൻ്റെ സ്നേഹത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അവൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് മോളെ എങ്ങനെ കൂടുതൽ സ്നേഹിക്കാം, എങ്ങനെ അവനെ കൂടുതൽ കരുതാം. പക്ഷേ ഇത് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്ന കാരണം, അനുഭവിക്കാൻ പറ്റുന്ന കാരണം, നമ്മൾ ദൈവത്തെ കാണുന്ന വേറെ തരത്തിലാണ്. ഇപ്പം ആദാമിനോട് ദൈവം സ്നേഹിക്കാൻ വന്നാലും ആദാം പേടിച്ചു പോകുന്ന പോലെ, നമ്മളെ ദൈവം സ്നേഹിക്കാൻ വന്നാലും നമ്മൾ പറയും ഞാൻ യോഗ്യനല്ല, ഞാൻ കൃമിയാണ്, പുഴുവാണ്. നമ്മുടെ സ്ഥലത്തിന് അതാ. നമ്മൾ എന്തൊക്കെയോ ചെയ്ത് ബെസ്റ്റ് ആകുമ്പം 193 വാ നീ എൻ്റെ പിള്ളയാ. എൻ്റെ മോൻ എന്തെങ്കിലും സ്കൂളിൽ മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ല അവൻ എൻ്റെ മകനാകുന്നത്. അവനിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ് അവൻ എൻ്റെ മകനായിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കഴിഞ്ഞ നാളിൽ ചെയ്ത പ്രവൃത്തിയോ നിങ്ങളുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ല നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാക്കുന്നത്. നീ അവനിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ്. ജന്മം കൊണ്ട് കിട്ടുന്നതിനെ നിൻ്റെ കർമ്മം കൊണ്ട് മാറ്റാനും പറ്റത്തില്ല. ഹല്ലേലൂയ. അവനിൽ നിന്ന് ജനിച്ചിരിക്കുകയാണ് നീ. എറ്റേണലി അവൻ നിത്യ പിതാവ് എന്ന വചനം പറയുന്നത്. നിത്യ പിതാവ് എങ്ങനെയാവുന്നേ? നിത്യമായ മക്കളുള്ളതുകൊണ്ടാണ് നിത്യപിതാവായി മാറും. നമ്മളെല്ലാം നിത്യമായ മക്കളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ഈസ് അവർ എറ്റേണൽ ഫാദർ ആൻഡ് വി ആർ ദ എറ്റേണൽ സൺസ്. മക്കളെന്ന് പറയുമ്പോൾ പുത്രന്മാരെന്ന് മാത്രം പറയുക, പുത്രന്മാരും പുത്രികൾ. സാധാരണ പറയില്ലേ, യേശുവിൻ്റെ മണവാട്ടി എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മാത്രമല്ല നമ്മളെല്ലാവരും വരും. അതുപോലെ തന്നെ പുത്രന്മാരെന്ന് പറയുമ്പോൾ നിങ്ങളും നമ്മളെല്ലാവരും പുത്രന്മാരെന്ന വാക്കിലാണ് വരുന്നത്, അതിനകത്താണ് വരുന്നത്. അതിന് പ്രത്യേക ജെൻഡറില്ല, കംപ്ലീറ്റ് അതിനകത്താണ് വരുന്നത്. ഓക്കെ, സോ പിതാവിനെ കാണുന്ന കാഴ്ചപ്പാട് മാറട്ടെ, നമ്മുടെ ലൈഫ് ടേൺ ആവട്ടെ. ജഡ്ജ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്ന, ഒരു ക്യാമറ കണ്ണുമായി നോക്കിയിരിക്കുന്ന ദൈവത്തെ അല്ല, പകരം നമ്മളെ സ്നേഹിക്കുന്ന, ആ സ്നേഹത്തെ തരാൻ കാത്തിരിക്കുന്ന, ഷെയർ ചെയ്യാൻ കാത്തിരിക്കുന്ന, ആ കവിഞ്ഞിടുന്ന സ്നേഹത്തിലേക്ക് നമ്മെ ദൈവം ക്ഷണിക്കുകയാണ്. ആട്ടും പാട്ടുമുള്ള ആ കുടുംബത്തിനകത്തേക്കാണ് ദൈവം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മുടിയനായ പുത്രൻ തിരിച്ച് ഭവനത്തിൽ വരുമ്പോൾ ഭയങ്കരമായ സന്തോഷം നടക്കുന്നുണ്ട്. അവിടെ ഭയങ്കരമായ ആരവം നടക്കുന്നുണ്ട്. നാം ഓരോരുത്തർ ആ സന്തോഷത്തിനകത്തേക്ക്, പിതാവിൻ്റെ സ്നേഹത്തിനകത്തേക്ക്, ആ തൃത്വ ഡാൻസിനകത്തേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. അവിടെ ഡിപ്രഷനിൽ അവൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പരിപൂർണതയുണ്ട്. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിൻ്റെ ഘോഷമുണ്ട്. എപ്പോഴും സന്തോഷമുണ്ട് അവൻ്റെ സന്നിധിയിൽ. ആ പിതാവ് നമ്മളെ കുറ്റം വിധിക്കുന്നതല്ല, പകരം ചേർത്ത് പിടിക്കുന്ന, സ്നേഹിക്കുന്ന നല്ല ഒരു പിതാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി
പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി അവൻ എന്നെ കാണിച്ചു. ഒരു ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു മെസ്സേജ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. യേശു 2000 വർഷം മുമ്പ് വന്ന ഒരു ദൈവമല്ല, അവൻ നിത്യനായ ദൈവമാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കേൾക്കാത്തവർക്ക് യൂട്യൂബിൽ കേട്ട് നോക്കിയാൽ മതി. അതിനകത്ത് ഈ വാക്യങ്ങളൊക്കെ വളരെ വിശദമായി എടുത്തിട്ടുണ്ട്. ആദിയിൽ എന്ന് പറയുമ്പോൾ യേശു ആരാണെന്നും യേശു പിതാവിനോടൊപ്പം സൃഷ്ടിപ്പിന് മുമ്പേ ഉള്ളതാണെന്നൊക്കെ വളരെ വ്യക്തമായ ഒത്തിരി വചനങ്ങളോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നെടുത്തൊരു വചനം കൂടെയാണ് ഞാൻ അതിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കാരണം. തൃത്വം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം, പിതാവിൻ്റെയും പുത്രൻ്റെ, കുഞ്ഞാട് യേശു, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. അവിടെ 2 സിംഹാസനം പറയുന്നില്ല, ഒരു സിംഹാസനമേ പറയുന്നുള്ളൂ. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനങ്ങളല്ല, സിംഹാസനം. പിതാവും പുത്രനും സിംഹാസനത്തിലാണ്. അടുത്ത് പളുങ്ക് പോലെ ശുഭ്രമായൊരു ജീവജല നദി. നമുക്കറിയാം, ജീവജല നദി ആരെ സൂചിപ്പിക്കുന്നു? പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. ദ ലിവിങ് വാട്ടർ, അത് പരിശുദ്ധാത്മാവ്. അത് എവിടെ നിന്നാണ് വരുന്നത്? സിംഹാസനത്തിൽ നിന്നാണ്. അപ്പോൾ നദി എവിടെ നിന്നാണ് തുടങ്ങുന്നത്? സിംഹാസനത്തിൽ നിന്നാണ്. നദി എവിടെ ഇരിക്കുന്നത്? സിംഹാസനത്തിലാണ്. പിതാവും കുഞ്ഞാടും പരിശുദ്ധാത്മാവും ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആ ത്രിയേക ദൈവമാണ് നാം ആരാധിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അവരെ 3 സിംഹാസനത്തിൽ 3ആയിരിക്കുമല്ല, ഒരു സിംഹാസനത്തിൽ ഒരുമിച്ചിരിക്കുന്ന ആ സ്നേഹത്തിൽ നിന്ന്, ആ നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിൽ നിന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നാം ആയിരിക്കുന്നതും ആ സ്നേഹത്തിലാണ്. നിങ്ങളെ കുറ്റം വിധിക്കുന്ന ദൈവമല്ല. കുറേ പേരെ കത്തിക്കാനും കുറേ പേരെ അടുപ്പിന് വിറക് വയ്ക്കാനും ഒന്നും വച്ചിരിക്കുന്നതല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ തിരിച്ചറിയുക, ജീവനെ എക്സ്പീരിയൻസ് ചെയ്യുക, ഈ ഭൂമിയിൽ വാഴുക.